നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് 16ാം നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. പരമ്പരാഗത ഇരുമുന്നണി രാഷ്ട്രീയത്തിന് പകരമായി സംസ്ഥാനത്ത് ശക്തമായൊരു മൂന്നാം ചേരിക്ക് നെടുനായകത്വം നൽകി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ നിയമസഭാംഗമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചരിത്രത്തിൽ ആദ്യമായി 3 ബിജെപി എംഎൽഎമാരുമായാണ് ഇത്തവണ പാർട്ടി നിയമസഭയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മെയ് 4 മുതൽ നിയമമണ്ഡലത്തിൽ നിന്നുള്ള കേരള നിയമസഭാംഗമായ രാജീവ് ചന്ദ്രശേഖർ മുൻപ് 2021-24 വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായി പ്രവർത്തിച്ച പരിചയസമ്പന്നനായ മുതിർന്ന നേതാവാണ്. ബിജെപിയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര ദിനമാണെന്നും വികസനത്തിന്റെ പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഇനി കേരള നിയമസഭ കാണാൻ പോകുന്നതെന്നും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരന്റെ നിയന്ത്രണത്തിലാണ് സഭാ നടപടികളും സത്യപ്രതിജ്ഞാ ചടങ്ങുകളും ആരംഭിച്ചത്. അംഗങ്ങളുടെ പേരിന്റെ അക്ഷരമാലാ ക്രമത്തിൽ നടന്ന ചടങ്ങിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് കളമശ്ശേരി എംഎൽഎ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായ വി അബ്ദുൾ ഗഫൂർ ആയിരുന്നു. തുടർന്ന് മറ്റ് അംഗങ്ങളും സഭാ അംഗങ്ങളായി ചുമതലയേൽക്കുകയാണ്. ബിജെപി എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ വൻ ആഘോഷമാക്കിയാണ് പാർട്ടി പ്രവർത്തകർ വരവേറ്റത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ബിജെപിയുടെ 3 എംഎൽഎമാരും 100 കണക്കിന് പ്രവർത്തകർക്കൊപ്പം ആവേശോജ്വലമായ പ്രകടനമായി നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിയത്. നിയമസഭയിൽ ബിജെപിക്ക് ഇത്തവണ സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും ചാത്തന്നൂരിൽ നിന്ന് വൻ വിജയം കൈവരിച്ച ഗോപകുമാർ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും നാടിന് ആര് നന്മ ചെയ്യുന്നുവോ അവർക്കൊപ്പം ബിജെപി നിലകൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് കേരളം മാറേണ്ടിയിരിക്കുന്നു എന്ന ശക്തമായ സന്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കുന്ന അനാവശ്യ വിവാദങ്ങളും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണ രാഷ്ട്രീയവും കേരള സമൂഹത്തിന് ഇനി ഒട്ടും ഗുണകരമല്ല. രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും വരും ദിവസങ്ങളിൽ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന നയങ്ങളും വികസന പദ്ധതികളും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തൊഴിലില്ലായ്മ പരിഹരിക്കൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തൽ, ജനങ്ങളെ വലയ്ക്കുന്ന വിലക്കയറ്റം, കടുത്ത വെല്ലുവിളിയാകുന്ന ലഹരി വ്യാപനം തടയൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന യഥാർത്ഥ വിഷയങ്ങളിലാകണം ഇനി രാഷ്ട്രീയ ചർച്ചകൾ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്കായി നിയമസഭയിലേക്ക് പോകും മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞു. വൈരാഗ്യവും വിഭജനവും മാത്രം സൃഷ്ടിക്കുന്ന പഴയകാല രാഷ്ട്രീയത്തിന് പകരം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്ന ഉത്തരവാദിത്തപരമായ രാഷ്ട്രീയ സമീപനമാണ് പ്രബുദ്ധരായ കേരളീയർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ട് വികസിത കേരളത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു മുന്നേറാമെന്ന ആഹ്വാനത്തോടെയാണ് കേരളത്തിന്റെ 3ാം ചേരിയുടെ നായകൻ സഭയിലെ തന്റെ പുതിയ ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും ബിജെപിക്ക് ചരിത്രത്തിൽ ആദ്യമായി 3 എംഎൽഎമാരെ ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ടൈമിൽ എംഎൽഎ ഉണ്ടായിരുന്നില്ല. നേമത്താണ് അതിനു മുൻപ് ബിജെപി അക്കൗണ്ട് തുറന്നത്. അതിനെ തുടർന്ന് മണിച്ചിത്രത്താഴിട്ട് പൂട്ടി എന്ന് പറഞ്ഞാണ് വി ശിവൻകുട്ടി നേമത്ത് നിന്ന് കഴിഞ്ഞ തവണ മത്സരിച്ച് അധികാരത്തിലെത്തിയത്. ഇത്തവണ ശിവൻകുട്ടിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്നും മത്സരിച്ച് വിജയിച്ചു കയറിയത്.